ദൈവത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ യാതൊരു മടിയുമില്ലാത്ത നമ്മുടെ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന് ഇപ്പോൾ ശരിക്കും രാമനാമം ജപിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന കോടികളുടെ കൊള്ളയുടെ ഒറിജിനൽ CCTV ദൃശ്യങ്ങൾ ഒടുവിൽ പോലീസിന് തന്നെ കിട്ടിയിരിക്കുകയാണ്. 5 വിരുദ്ധന്മാർ ചേർന്ന് ഭക്തർ നൽകിയ സംഭാവന പണം പെട്ടികളിലാക്കി സുഖമായിട്ട് കടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ സുപ്രീം കോടതി ഇടപെട്ട യോഗിയുടെ മുഖ്യമന്ത്രി കസേര തെറിപ്പിക്കുമോ എന്നാണ് ഇപ്പോൾ ലക്നൌവിലെ പ്രധാന ചർച്ച. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ കാണിക്ക എണ്ണാൻ വേണ്ടി ട്രസ്റ്റ് ഏർപ്പാടാക്കിയത് 50ഓളം പേരെയാണ്. ഇവരൊക്കെ റെക്കോർഡ് ചെയ്യാൻ ലിസ്റ്റ് കൊടുത്തതാകട്ടെ സാക്ഷാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇത്രയൊക്കെ സുരക്ഷ ഉണ്ടായിട്ടും കോഡുകൾ അടിച്ചു മാറ്റിയിട്ട് പോലീസ് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വെറും 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന്. ബാക്കി ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ ആര് മുക്കി? ഈ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. നഷ്ടപ്പെട്ട പണവും സ്വർണവും എത്രയെന്ന് ചോദിച്ചാൽ പോലീസിന് ഇപ്പോഴും ഒരു തിട്ടവുമില്ല. താഴെത്തട്ടിലുള്ള ഏതാനും പാവം ജീവനക്കാരെ മാത്രം പിടിച്ച് അകത്തിട്ട് വമ്പന്മാരൊക്കെ വിശുദ്ധന്മാരാക്കി മാറ്റുവാനാണ് UP പോലീസിന്റെ ഈ തത്രപ്പാട്. ഭക്തി പറഞ്ഞ് നടക്കുന്നവരുടെ ഈ കള്ളക്കളി കണ്ടപ്പോഴാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കട്ടയ്ക്ക് രംഗത്തിറങ്ങിയത്. ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ അമ്പലക്കൊള്ളയാണെന്ന് അക്കമിട്ട് നിരത്തിയ KC വേണുഗോപാൽ ഈ വിഷയത്തെ സുപ്രീം കോടതിയുടെ മുന്നിലേക്കും എത്തിക്കാൻ പോവുകയാണ്. കേസ് ഒതുക്കി തീർക്കാൻ യോഗി സർക്കാർ CBIക്കോ EDക്കോ വിട്ടേക്കും എന്നാണ് KC ഇവിടെ പുറത്തേക്ക് പറയുന്നത്. കേന്ദ്ര ഏജൻസികൾ വന്നാൽ പിന്നെ കേസ് എങ്ങോട്ട് പോകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കളി നടക്കില്ല എന്നും സുപ്രീം കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണം തന്നെ വേണമെന്നും ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് അടുത്ത ബോംബ് പൊട്ടിയത്. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും BJPയുടെ സ്വന്തം ആളുമായ ചമ്പത് റായിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അയോധ്യയിലെ ബാർ അസോസിയേഷൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിലും രസം, കേസിലെ മുഖ്യപ്രതിയായ ടിന്നു യാദവിന്റെ സഹോദരൻ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയുന്നു, എന്റെ അനിയൻ വെറും ഒരു ബലിയാടാണ്, പണം മുഴുവൻ തട്ടിയത് ചമ്പത് റായി ആണെന്ന്. ക്ഷേത്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ കൈകളിലാണെന്ന് വീമ്പ് പറഞ്ഞിട്ട് ഒടുവിൽ തട്ടിപ്പ് പുറത്തായപ്പോൾ പാവപ്പെട്ട ജീവനക്കാരെ മാത്രം പ്രതികളാക്കി യഥാർത്ഥ കുറ്റവാളികളെ BJP ഒളിപ്പിച്ചു നിർത്തുകയാണ്. മാത്രമല്ല, അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യമുണ്ട് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് സാധ്യത ഏറുകയാണ്. ഇതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് ഇടപാടുകളും ഭൂമി ഇടപാടുകളും അന്വേഷിച്ച പോലീസ് സംഘം ശേഖരിച്ച പ്രാഥമിക വിവരങ്ങൾ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം വ്യക്തമാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ പോലീസ് തന്നെ ED അന്വേഷണം ആവശ്യപ്പെട്ടേക്കും. പ്രതികളിൽ അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്നും 20 ലക്ഷം രൂപയും കരുണേഷ് പാണ്ഡെയുടെ പക്കൽ നിന്നും 18 ലക്ഷം രൂപയും അനുകൽപ് മിശ്രയിൽ നിന്നും 16 ലക്ഷവും ലവ്കുശിൽ നിന്നും 14 ലക്ഷവും രാംശങ്കർ മിശ്രയിൽ നിന്നും 7 ലക്ഷവും രാംശങ്കർ യാദവിൽ നിന്നും 1 ലക്ഷവും കണ്ടെടുത്തു കഴിഞ്ഞു. 11 ഗ്രാം സ്വർണം, 375 ഗ്രാം വെള്ളി എന്നിവയും കണ്ടെടുത്തു. അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്നും രാംരാജ ഘോഷ് എന്നെഴുതിയ QR കോഡ് പതിപ്പിച്ച സംഭാവന പെട്ടിയും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. ജീവനക്കാരെ നിയമിച്ചതിലും ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയതിലും ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണവും ഉയർന്നിരിക്കുകയാണ്. 100 രൂപയിൽ താഴെ വിലയുള്ള ചൂൽ 1000-ലേറെ രൂപയ്ക്ക് വാങ്ങിയെന്ന് ക്ഷേത്ര ജീവനക്കാരിൽ ഒരാൾ ആരോപിച്ചു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ മുഖ്യ യജമാനനായ ചടങ്ങിൽ ഉണ്ടായിരുന്നത് അനിൽ മിശ്രയായിരുന്നു. ട്രസ്റ്റായ ശേഷം ഇയാളുടെ ആസ്തി കുത്തനെ ഉയർന്നു. അറസ്റ്റിലായവരിൽ ഇയാളുടെ ബന്ധുക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായി അയോധ്യയെ വെച്ച് രാഷ്ട്രീയം കളിച്ച BJP നേതാക്കൾ ഭക്തരുടെ വികാരത്തെ ബാധിച്ച ഈ വൻ കൊള്ളയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. എല്ലാവരും പെട്ടെന്ന് മൗനവ്രതത്തിലേക്കായി പോയി. നാട്ടുകാരെ മുഴുവൻ ദൈവഭക്തിയും ദേശഭക്തിയും പഠിപ്പിക്കുന്നവരുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വന്നാൽ ഈ അഴിമതി കഥകളുടെ ചുരുളഴിയുമെന്നും യോഗി ആദിത്യനാഥിന് കസേര ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നും ഉറപ്പാണ്.